ലത്തീൻ കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ നിലപാട് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. സമദൂരമെന്ന രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ KRLCC വ്യക്തമാക്കിയത്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന അതിജീവന പ്രശ്നങ്ങളോടും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ആവശ്യങ്ങളോടും സർക്കാരും രാഷ്ട്രീയ മുന്നണികളും പുലർത്തുന്ന നിസ്സംഗതയും വിവിധ തലങ്ങളിൽ പരിശോധിച്ചെന്നും KRLCC ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് വിഭാഗീയത ശക്തമാക്കുകയും അസ്വസ്ഥത വളർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുക്കാൻ കഴിയുന്ന ജനാധിപത്യ മതേതര ശക്തികൾക്ക് കരുത്തു പകരാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിയണമെന്നും KRLCC ആഹ്വാനം ചെയ്തു. ദേശീയ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടുന്നതെങ്കിലും കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന അതിജീവന പ്രശ്നങ്ങളോടും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ആവശ്യങ്ങളോടും സർക്കാരും രാഷ്ട്രീയ മുന്നണികളും പുലർത്തുന്ന നിസ്സംഗതയും KRLCC വിവിധ തലങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി. വിവിധ തലങ്ങളെന്ന് പറയുന്നത് രൂപതകളിൽ രാഷ്ട്രീയ സമിതികളുണ്ട്. രൂപതകളിൽ ഞങ്ങൾ പരിശോധിച്ചു. അത് കഴിഞ്ഞ് രൂപതകളുടെയും സംസ്ഥാന KRLCCയുടെയും രാഷ്ട്രീയ സമിതികൾ തമ്മിൽ കൂടിയിരുന്ന് ഈ അവസ്ഥകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക് വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും നീതിപൂർവമായ വിതരണത്തിന് അടിസ്ഥാന വിവരശേഖരമായി തീരുന്നതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. 1931 ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇന്ത്യയിൽ അധികാര പങ്കാളിത്തവും വികസനത്തിലുള്ള അവസരങ്ങളും വിന്യസിക്കപ്പെടുന്നത്. ഷൂട്ടിംഗ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയും. അപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പോൾ ഈ അവസരത്തിൽ മാനിഫെസ്റ്റോയിലും ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള ഒരു സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം മുതലപ്പൊഴി വിഷയങ്ങളിൽ അകാരണമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു ഭാഗം പിൻവലിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും മുഴുവൻ കേസുകളും അവസാനിപ്പിക്കുന്നതിന് നടപടികൾ ഉണ്ടാകുകയും വേണമെന്ന് KRLCC വ്യക്തമാക്കി. 2019 തീരപരിപാലന വിജ്ഞാപനത്തിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകും വിധം കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ രൂപപ്പെടുത്തി നടപ്പിലാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നും KRLCC വിമർശിച്ചു. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യം ശക്തമാക്കുന്നതിനും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉതകുന്ന വിധത്തിൽ സമ്മതിദാനാവകാശം വിവേകപൂർവ്വം ഉപയോഗിക്കുവാൻ KRLCC അഭ്യർത്ഥിച്ചു.